നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വിവിധ ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, മണ്ണുത്തി യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽ ആൻഡ് TVCCയിലെ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. വെറ്റിനറി ഓഫീസർ ഒഴിവ് 1 OBC. യോഗ്യത 1 വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ ബിരുദം, 2 KSVC ആൻഡ് VCI രജിസ്ട്രേഷൻ, MVSC അഭികാമ്യം. ശമ്പളം 40,000 രൂപ. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആൻഡ് ലബോറട്ടറി ടെക്നീഷ്യൻ അനിമൽ ഹസ്ബൻഡറി ഒഴിവ് 1 EWS. യോഗ്യത +2, ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമ, സ്റ്റൈഫൻഡറി ട്രെയിനിങ് അഭികാമ്യം. ശമ്പളം 23,000 രൂപ. ക്ലീനിങ് സ്റ്റാഫ് കം അനിമൽ അറ്റൻഡർ ഒഴിവ് 1. യോഗ്യത 7ാം ക്ലാസ്. നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ശമ്പളം 19,000 രൂപ. ഇൻ്റർവ്യൂ തീയതി ജൂലൈ 10. വിശദ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. 5ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 ഉള്ളവർക്ക് ഗേൾസ് എൻട്രി ഹോമിൽ അവസരം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഭാഗമായ നിർഭയ സെല്ലിന് കീഴിലുള്ളതും രണ്ടത്താണി യുവത കൾച്ചർ ഓർഗനൈസേഷൻ്റെ മേൽനോട്ട ചുമതലയിലുള്ളതുമായ തവന്നൂർ എൻട്രി ഹോം ഫോർ ഗേൾസ് എന്ന സ്ഥാപനത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. തസ്തികകളും യോഗ്യതകളും: 1. ഹോം മാനേജർ. യോഗ്യത MSW, സൈക്കോളജി, സോഷ്യോളജിയിലോ ബിരുദാനന്തര ബിരുദം. പ്രതിമാസം 22,500 രൂപയാണ് വേതനം. 2. ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ. യോഗ്യത MSW, സൈക്കോളജി, സോഷ്യോളജിയിലുള്ള ബിരുദാനന്തര ബിരുദം. പ്രതിമാസം 16,000 രൂപ. 3. കെയർ ടേക്കർ. യോഗ്യത +2. പ്രായം 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് തൊട്ട് 45 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രതിമാസം 12,000 രൂപയാണ് വേതനം. 4. പാർട്ട് ടൈം സൈക്കോളജിസ്റ്റ്. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രതിമാസം 12,000 രൂപ വേതനം. 5. കുക്ക്. യോഗ്യത 5ാം ക്ലാസ്. പ്രായം 25 വയസ്സിന് മുകളിൽ. വേതനം പ്രതിമാസം 12,000 രൂപ. 6. പാർട്ട് ടൈം ലീഗൽ കൗൺസിലർ. യോഗ്യത LLB. വേതനം പ്രതിമാസം 10,000 രൂപ. 7. സെക്യൂരിറ്റി. യോഗ്യത 10ാം ക്ലാസ്. വേതനം പ്രതിമാസം 10,000 രൂപ. 8. ക്ലീനിങ് സ്റ്റാഫ്. യോഗ്യത 5ാം ക്ലാസ്. പ്രായം 25 വയസ്സിന് മുകളിൽ. വേതനം പ്രതിമാസം 9,000 രൂപ. പ്രവൃത്തി പരിചയമുള്ളവർക്ക് എല്ലാ തസ്തികകളിലും മുൻഗണന ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം: അപേക്ഷ സമർപ്പിക്കുന്നവർ വെള്ളപ്പേപ്പറിൽ ഫോട്ടോ സഹിതം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ, ആധാറിൻ്റെ പകർപ്പ് എന്നിവ സഹിതം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലോ സെക്രട്ടറി, ശാന്തിഭവനം, പൂവൻചിന, രണ്ടത്താണി PO 676510 എന്ന വിലാസത്തിൽ ജൂലൈ 12 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446296126, 8891141277. തുടക്കക്കാർക്ക് കേരളത്തിലെ UK ബാങ്കുകളിൽ നിരവധി ഒഴിവുകൾ. UK ബാങ്ക് റിക്രൂട്ട്മെൻറ്റ്. യൂക്കോ ബാങ്ക് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമായി 544 അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലടക്കം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒഴിവുകൾ വരുന്നുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്: ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒഴിവുകൾ: ആൻഡമാൻ നിക്കോബാർ 1, ആന്ധ്രാപ്രദേശ് 7, അരുണാചൽ പ്രദേശ് 1, ആസാം 13, ബീഹാർ 39, ചണ്ഡീഗഡ് 3, ഛത്തീസ്ഗഡ് 5, ദാദ്ര ആൻഡ് നഗർ ഹവേലി 1, ദാൻ ആൻഡ് ദിയു 2, ഗോവ 1, ഗുജറാത്ത് 18, ഹരിയാന 14, ഹിമാചൽ പ്രദേശ് 27, ജമ്മു ആൻഡ് കാശ്മീർ 3, ജാർഖണ്ഡ് 12, കർണാടക 11, കേരള 9, മധ്യപ്രദേശ് 28, മഹാരാഷ്ട്ര 31, മണിപ്പൂർ 2, മേഘാലയ 1, മിസോറാം 1, നാഗാലാൻഡ് 1, ന്യൂഡൽഹി 13, ഒഡീഷ 44, പോണ്ടിച്ചേരി 2, പഞ്ചാബ് 24, രാജസ്ഥാൻ 39, സിക്കിം 1, തമിഴ്നാട് 20, തെലങ്കാന 8, ത്രിപുര 4, ഉത്തർപ്രദേശ് 47, ഉത്തരാഖണ്ഡ് 8, പശ്ചിമ ബംഗാൾ 85. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്.
അതിൽ തന്നെ SC/ST വിഭാഗക്കാർക്ക് പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രി. സാലറി 15,000 രൂപ. എങ്ങനെ അപേക്ഷിക്കാം? സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അതിനുശേഷം അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. അതിനുശേഷം ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അവസാനം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടോ? കോഴിക്കോട് IIMKയിൽ ഡ്രൈവറാകാം. 10ാം ക്ലാസ് പാസ്സായാൽ മതി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. കരാർ നിയമനമാണ് നടക്കുന്നത്. തസ്തിക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡ്രൈവർ നിയമനം. ഒരൊഴിവ്. പ്രായപരിധി 35 വയസ്സ് വരെ. യോഗ്യത 10ാം ക്ലാസ് തത്തുല്യം. ഹെവി മോട്ടോർ വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഹെവി വാഹനങ്ങൾ ഓടിച്ചത് കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 22,000 രൂപ ശമ്പളം ലഭിക്കും. കൂടാതെ 300 രൂപ ടെലിഫോൺ അലവൻസും അനുവദിക്കും. സെലക്ഷൻ എഴുത്തു പരീക്ഷയും ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപേക്ഷ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2024 ജൂലൈ 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം. തുടർന്ന് സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ്, പ്രവൃത്തി പരിചയം, യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. അപേക്ഷാ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 82,000 രൂപ ശമ്പളത്തിൽ KCBയിൽ സ്ഥിരജോലി. ഫീസില്ലാതെ അപേക്ഷിക്കാം. 32 ഒഴിവുകൾ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB ഇപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ആകെ 32 ഒഴിവുകളാണ് ഉള്ളത്. ആകെയുള്ള ഒഴിവുകളിലേക്ക് 10% KCB ജീവനക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 129/2024. പ്രായപരിധി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നൽകുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ അല്ലെങ്കിൽ അതിനു തത്തുല്യമായ മറ്റേതെങ്കിലും ഡിപ്ലോമ. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 40,000 രൂപ തൊട്ട് 80,000 രൂപ വരെ ശമ്പളം ലഭിക്കും. ശമ്പളത്തിനു പുറമെ സർക്കാർ സർവീസിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. അപേക്ഷ KCBയിലേക്ക് കേരള PSSC മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. ഉദ്യോഗാർത്ഥികൾക്ക് PSCയുടെ വെബ്സൈറ്റ് മുഖേന കാറ്റഗറി സെലക്ട് ചെയ്ത് അപേക്ഷ നൽകാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എയർപോർട്ടിൽ ജോലി നേടാം. പരീക്ഷയില്ല. 75,000 രൂപ വരെ ശമ്പളം. എയർപോർട്ട് ജോലി സ്വപ്നം കാണുന്നവർക്ക് സുവർണ അവസരം. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ AIASLൻ്റെ കീഴിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ 3,256 ഒഴിവുകളാണ് ഉള്ളത്. ടെർമിനൽ മാനേജർ 3 ഒഴിവ്, ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ 9 ഒഴിവ്, ഡ്യൂട്ടി മാനേജർ 30, ഡ്യൂട്ടി ഓഫീസർ 61, ജൂനിയർ ഓഫീസർ 101, റാം മാനേജർ 2, ഡെപ്യൂട്ടി റാം മാനേജർ 6, പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് 3, റാം സർവീസ് എക്സിക്യൂട്ടീവ് 406, യൂട്ടിലിറ്റി ഏജൻറ്റ് 22 തുടങ്ങിയവയാണ് ഒഴിവുകൾ. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ടെർമിനൽ മാനേജർ 75,000 രൂപ, ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ 60,000 രൂപ, ഡെപ്യൂട്ടി മാനേജർ പാസഞ്ചർ 45,000 രൂപ, ഡ്യൂട്ടി ഓഫീസർ പാസഞ്ചർ 32,200 രൂപ, ജൂനിയർ ഓഫീസർ കസ്റ്റമർ സർവീസ് 30,000 രൂപ എന്നിങ്ങനെയാണ് ശമ്പളം. ജൂലൈ 12 ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഓരോ തസ്തികകളുടെയും യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, അഭിമുഖം നടക്കുന്ന ദിവസം, അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അപേക്ഷകൾ 26.55 ലക്ഷം. 8 വർഷത്തിനിടെ തൊഴിൽ ലഭിച്ചത് 90,959 പേർക്ക്. സംസ്ഥാനത്ത് 8 വർഷത്തിനിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത 26.55 ലക്ഷം അപേക്ഷകരിൽ തൊഴിൽ ലഭിച്ചത് 90,959 പേർക്ക് മാത്രം. കഴിഞ്ഞ മെയ് 31 വരെ 26,55,736 പേരാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ അപേക്ഷകരായുള്ളത്. ഇതിൽ കഴിഞ്ഞ 2016 മെയ് മുതൽ കഴിഞ്ഞ മെയ് 31 വരെ
വിവിധ ജില്ലകളിൽ നിന്നും 90,959 പേർക്ക് മാത്രമേ ജോലി ലഭിച്ചിട്ടുള്ളൂ. PSCയുടെ പരിധിയിൽ വരാത്ത ഉദ്യോഗാർത്ഥികളാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി തൊഴിൽ നൽകുന്നത്. ഇത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകൾ ബന്ധപ്പെട്ട ജില്ല സ്പെഷ്യൽ പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് അറിയിക്കുന്നത്. ഇവ പിന്നീട് സംവരണത്വം പാലിച്ച് ടൗൺ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകളിൽ അറിയിക്കും. ഇവിടെ നിന്നാണ് ജില്ലാ തലത്തിലേക്ക് കൈമാറുന്നത്. ഇതിനാൽ ഓരോ ജില്ലകളിലും വ്യത്യസ്ത രീതിയിലാണ് ഓരോ വിഭാഗത്തിലും സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവുക. തിരുവനന്തപുരം ജില്ലയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. 4,28,621 പേർ. തിരുവനന്തപുരത്ത് തൊഴിൽ ലഭിച്ചത് 11,653 പേർക്കാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ 1,98,573 പേരാണ് അപേക്ഷകരായി ഉള്ളത്. ജോലി ലഭിച്ചത് 3,135 പേർക്ക് മാത്രം. കൊല്ലം ജില്ലയിൽ 2,99,212 പേരിൽ 5,342 പേർക്കാണ് ഇതുവരെ തൊഴിൽ ലഭിച്ചത്. മറ്റ് ജില്ലകളിൽ തൊഴിലിന് അപേക്ഷ നൽകിയവർ, അവസരം ലഭിച്ചവരുടെ എണ്ണം എന്നിവ സ്ക്രീനിൽ കൊടുക്കുന്നു. പരീക്ഷയില്ലാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ നേടാവുന്ന ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾ. സെക്യൂരിറ്റി ഗാർഡ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിലെ മാനന്തവാടി, തഴയങ്ങാടി വർക്കിംഗ് വിമൻസ് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20-നും 50-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. അപേക്ഷകൾ ജൂലൈ 11 വൈകിട്ട് 4-നകം ലഭിക്കണം. അപേക്ഷാ ഫോറം മീനങ്ങാടി ഡിവിഷൻ ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 049362474442. സ്റ്റാഫ് നേഴ്സ് നിയമനം. പനമരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റിൽ സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. നേഴ്സിംഗ് ഡിപ്ലോമ, ഡിഗ്രി, കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ജൂലൈ 8 രാവിലെ 11 പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനെത്തണം. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ആശാപ്രവർത്തകരെ നിയമിക്കുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 15, 20, 21, 22 വാർഡുകളിൽ ആശാപ്രവർത്തകരെ നിയമിക്കുന്നു. അതത് വാർഡിൽ പരിധിയിലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അസർ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 11 രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0493628854. ലാബ് ടെക്നീഷ്യൻ നിയമനം. ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം ജൂലൈ 11 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കേരള നിർബന്ധം. റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിവിധ ഉപജില്ലകളിലേക്കായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദവും TTC, DEd, DLEd, B.Edുമാണ് യോഗ്യത. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ് പാസ്സായവർക്കും ആസാപ് സ്കിൽ പരിശീലനം ലഭിച്ചവർക്കും മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർക്കായി ജൂലൈ 12 രാവിലെ 10 മണിക്ക് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0483273488. ട്രേഡ് ഇൻസ്ട്രക്ടർ. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ട്രേഡ് ഇൻസ്ട്രക്ടറുടെ ഒരു ഒഴിവിലേക്ക് ജൂലൈ 8 രാവിലെ 10:10 അഭിമുഖം നടത്തുന്നു. ITI 2 വർഷം, 5 വർഷത്തെ തൊഴിൽ പരിചയം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം എന്നിവയാണ് യോഗ്യത. ഉയർന്ന യോഗ്യത ഉള്ളവർക്കും പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിവിധ തസ്തികകളിൽ ഉടൻ നിയമനം. RF ടെക് ഇൻഡസ്ട്രിയിൽ പരിശീലനത്തോടുകൂടി ജോലി നേടാം. എല്ലാ ജില്ലയിലും അവസരം. വേക്കൻസി ഡീറ്റെയിൽസ്: ഓഫീസ് സ്റ്റാഫ്, CRM, അസിസ്റ്റൻറ്റ് മാനേജർ, സൂപ്പർവൈസർ, മാനേജ്മെൻറ്റ് സ്റ്റാഫ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടൻറ്റ്. സാലറി 10,000 to 29,000. ക്വാളിഫിക്കേഷൻ +2, ഡിഗ്രി, ഡിപ്ലോമ ആൻഡ് ITI. ഏജ് ബിറ്റ്വീൻ 18 to 28. താമസം, ഭക്ഷണം സൗജന്യം. വിശദ വിവരങ്ങൾക്ക് വാട്സപ്പ് യുവർ CV 6282237405. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.